അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ഫേസ് വാഷാണ്. അപ്പോൾ ഞാൻ 2-3 ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് മഞ്ചിഷ്ട എക്സ്ട്രാക്റ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത്. മഞ്ചിഷ്ട എക്സ്ട്രാക്റ്റ്, മഞ്ചിഷ്ടയുടെ സോപ്പിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അതുപോലെ തന്നെയാണ് മഞ്ചിഷ്ട എക്സ്ട്രാക്റ്റ് വെച്ച് നമ്മുടെ ഫേസ് വാഷ് ചെയ്യുമ്പോഴും നമുക്കതിൽ നിന്നുണ്ടായ ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിനെ ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അപ്പോൾ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് റിമൂവ് ചെയ്യാനും നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യിക്കാനും നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാനും എല്ലാം നമുക്ക് ഈ ഒരു മഞ്ചിഷ്ട എക്സ്ട്രാക്റ്റ് വെച്ചുള്ള ഫേസ് വാഷ് നമുക്ക് യൂസ്ഫുള്ളാണ്. അപ്പം നമുക്ക് കൂടുതലൊന്നും പറയാം, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവരും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മളെ മുന്നോട്ട് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് DIY ചെയ്യാൻ തന്നെ ഞങ്ങൾക്ക് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കൂടുതലും ചെയ്യുന്നത് DIY റെസിപ്പീസാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഏരിയ എല്ലാം ക്ലീൻ ആയിരിക്കണം. നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ മേക്ക് ചെയ്യാൻ നോക്കാമുള്ളൂ. അതിനുവേണ്ടി ഞാനൊരു ബീക്കർ വെച്ചിട്ടുണ്ട്. ബീക്കറിനകത്ത് നമ്മൾ ടയർ ചെയ്തിട്ട് നമ്മൾ 100 ഗ്രാമാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് വെച്ച് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്കൊരു ഡിസ്റ്റിൽഡ് DM വാട്ടറാണിത്. DM വാട്ടർ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. നമുക്കൊരു 30 വേണം. അപ്പം നമുക്ക് 30 DM വാട്ടർ എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഗ്ലൗസും അല്ലെങ്കിൽ നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്തിട്ടായിരിക്കണം നമ്മളിത് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. അപ്പോൾ നമ്മൾ 30 DM വാട്ടർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 25 ഗ്രാം റോസ് വാട്ടറാണ്. മെഷർ ചെയ്തെടുക്കുക. അപ്പോൾ റോസ് വാട്ടർ ഇടുന്നതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്മെല്ലും കിട്ടും നമ്മുടെ പ്രോഡക്റ്റിന്. അപ്പം നമ്മൾ അതിന് വേണ്ടിയാണ് റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പം ഓക്കെ, 25 നമുക്ക് റോസ് വാട്ടറും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തത് മെഷർ ചെയ്യാം. ടയർ ചെയ്തു. ഇനി നമുക്ക് ഗ്ലിസറിനാണ് മെഷർ ചെയ്യേണ്ടത്. ഗ്ലിസറിൻ നമുക്ക് 3.50 വേണം. ഓക്കെ, ഗ്ലിസറിനിലോട്ട് ടയർ ചെയ്തു. 2 ഗ്രാം സാന്തങ്കം ക്ലിയർ വേണം. സാന്തങ്കം ക്ലിയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോസ്മെറ്റിക് ഗ്രേഡ് ആണത്. 2 ഗ്രാം. അപ്പം ഈ സാന്തങ്കം എല്ലാവർക്കും അറിയാമല്ലോ, ഇതാണ് നമ്മുടെ തിക്കനിങ് ഏജൻറ്റ്. നമ്മുടെ ഫേസ് വാഷിനെ തിക്കനാക്കുന്നത് സാന്തങ്കമാണ്. നമ്മളത് ഒരു 2 ഗ്രാം ആഡ് ചെയ്യാം. സാന്തങ്കം 2 ടൈപ്പിലുണ്ട്, റെഗുലറും ഉണ്ട്, സോഫ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് കോസ്മെറ്റിക്കിന് വേണ്ടത് സോഫ്റ്റാണ്. അപ്പോൾ ഇതിന് വേറെ റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് ഗാർഗമുണ്ട്, സോൾഗം എന്ന് പറയുന്നതുണ്ട്. അപ്പം ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം സാന്തങ്കം ഈ ക്ലിയർ ആണ് നമ്മൾ യൂഷ്വലി എല്ലാ കോസ്മെറ്റിക്സിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ സാന്തങ്കമിന് പ്രത്യേകതയുണ്ട്. അത് ഗ്ലിസറിനകത്ത് മാത്രമേ നല്ലതായിട്ട് മിക്സ് ആകത്തുള്ളൂ. അപ്പം നമ്മളത് ഗ്ലിസറിനകത്ത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ പ്രിസർവേറ്റീവാണ് മെഷർ ചെയ്യുന്നത്. നമ്മൾ എടുക്കുന്നത് ജിയോഗാർഡ് ECT ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. സെൽഫ് ലൈഫ് കൂടാൻ വേണ്ടി നമ്മൾ ജിയോഗാർഡാണ് യൂസ് ചെയ്യുന്നത്. കാരണം വാട്ടർ കണ്ടൻ്റ് ഉള്ള ഒരു പ്രോഡക്റ്റിനകത്ത് എപ്പോഴും പ്രിസർവേറ്റീവ് യൂസ് ചെയ്യണം. അത് ഞാൻ പ്രിനിസോയുടെ ജിയോഗാർഡിൻ്റെ ECT ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് മെഷർ ചെയ്യാം. അപ്പോൾ നമുക്ക് 0.50 ആണ് വേണ്ടത്. 0.5. അപ്പോൾ നമുക്കത് മെഷർ ചെയ്തെടുക്കാം. അപ്പം എപ്പോഴും നമ്മളെടുക്കുന്ന പ്രിസർവേറ്റീവ് എപ്പോഴും നമ്മൾ നല്ല പ്രിസർവേറ്റീവ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ സെൽഫ് ലൈഫ് കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു. ഇനി നമ്മൾ നമ്മൾ എടുക്കുന്നത് കോക്കോ ഗ്ലൂക്കോസൈഡാണ്. കണ്ടോ, കോക്കോ ഗ്ലൂക്കോസൈഡ്. ഇതൊരു നോൺ അയോണിക് സർഫക്റ്റൻ്റ് ആണ്. ഫോർ ബേബി പ്രോഡക്ട്സിന് യൂസ് ചെയ്യാം, ബാത്ത് പ്രോഡക്ട്സ്, ക്ലെൻസിങ് എല്ലാത്തിനും യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിനെ തന്നെ നമുക്ക് ഡിസൈൽ ഗ്ലൂക്കോസൈഡ് വെച്ച് റീപ്ലേസ് ചെയ്യാനും പറ്റും. അപ്പം ഇതാണ് നമ്മുടെ സർഫക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് 30 ഗ്രാം വേണം. ഇതാണ് നമുക്ക് ഫോമിങ് ഏജൻറ്റ് തരുന്നത്. ഇത് കോസ് അഫക്റ്റൻ്റ് ആണ് എപ്പോഴും. അപ്പം നമുക്ക് വേണമെങ്കിൽ സിംഗിളായിട്ടും യൂസ് ചെയ്യാം. നമ്മുടെ പ്രശ്നമൊന്നുമില്ല. നമുക്കിതിനെ ഫോമും ഒക്കെ നമ്മുടെ പതയും ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു സർഫക്റ്റൻ്റ്. അപ്പം ഇത് നമുക്ക് 30 ഗ്രാം വേണം. ഇനിയാണ് നമ്മൾ ബാക്കിയുള്ള പ്രോഡക്റ്റ് നമ്മളിതെല്ലാം എടുത്തിട്ടുണ്ട്. സാന്തങ്കമായി, നമ്മുടെ പ്രിസർവേറ്റീവായി, എല്ലാമായി. ഇപ്പം നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നത് പ്രിസർവേറ്റീവ് നമ്മൾ ഈ ഒരു വാട്ടറിലോട്ട് ആഡ് ചെയ്യുകയാണ്. സാന്തങ്കം ആഡ് ചെയ്തിട്ടില്ല, പ്രിസർവേറ്റീവ് ആഡ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് കോക്കോ ഗ്ലൂക്കോസൈഡാണ്. നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു 30 ഗ്രാം. അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് പതുക്കെ വേണം നമ്മളിതിനെ മിക്സ് ചെയ്യാൻ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. പതുക്കെ മിക്സ് ചെയ്യണം. ഒത്തിരി ആയാൽ നമുക്ക് ഇതിൽ പത വരും. നമ്മൾ സാന്തങ്കം ഇതിൽ ആഡ് ചെയ്തിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ പതുക്കെ നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ എല്ലാ വാട്ടറും ഈ കോക്കോ ഗ്ലൂക്കോസൈഡോടെ മിക്സ് ആകുന്ന പോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. നമുക്കിനി മാറ്റി വെക്കാം. നമുക്കിനി മഞ്ചിഷ്ട എക്സ്ട്രാക്റ്റ് എടുക്കാം.
ഇതാണ് നമ്മുടെ മഞ്ചിസ്റ്റർ എക്സ്ട്രാക്റ്റ്. ഞാൻ ഓൾറെഡി ഇത് ഗ്ലിസറിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇതും നമ്മൾ ഹോം മെയ്ഡ് തന്നെയാണ്. നമുക്ക് 7.5 ആണ് വേണ്ടത്. അപ്പോൾ അത് മെഷർ ചെയ്തെടുക്കാം. അപ്പം മഞ്ചിസ്റ്റർ എടുത്തിട്ടുണ്ട്. നമുക്കിനി മഞ്ചിസ്റ്റർ എക്സ്ട്രാക്റ്റ് നമുക്ക് ഈ ഒരു കൊക്കോ ഗ്ലൂക്കോസൈഡിനകത്തോട്ട് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ കളർ ചേഞ്ച് ആകുന്നത്. ഇത് ആൽക്കലൈൻ റിയാക്ഷൻ നടക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിനെ pH സ്റ്റെബിലൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ആഡ് ചെയ്തപ്പോൾ തന്നെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ. കണ്ടോ നമ്മുടെ മിക്സ്ചറിൻ്റെ കളർ കണ്ടോ ഡാർക്കായി. അപ്പോൾ ഇത് ഹൈ pH വാല്യൂ കാരണമാണ്. നമുക്ക് ഇതൊക്കെ ഇതിനെ മിക്സ് ചെയ്തതിന് ശേഷം നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കളർ കാണാമല്ലോ. ഈ ഒരു കളറാണ് നമ്മുടെ പ്രോഡക്റ്റിന്. ഈ ഒരു കളറാണ്. ഇപ്പം നമ്മുടെ കളർ ഓൾറെഡി നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമുക്കൊന്ന് pH ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനകത്തോട്ടൊന്ന് ഒരു 10 സെക്കൻഡ് ഡിപ്പ് ചെയ്യുക. കണ്ടോ നമ്മുടെ pH 10 സെക്കൻഡ് ഡിപ്പ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കളർ കണ്ടോ. അപ്പോൾ നമുക്ക് pH ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കണ്ടോ ഇപ്പം നമുക്ക് ഒരു 11 to 12 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ pH അഡ്ജസ്റ്റർ ആരാണ്? സിട്രിക് ആസിഡാണ്. അപ്പോൾ നമുക്കിനി അതിനെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് സിട്രിക് ആസിഡാണ്. ഇതൊരു 1.3 to 1.4 ഗ്രാം ഉണ്ട്. അത് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ സിട്രിക് ആസിഡ് വന്നപ്പോൾ തന്നെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കളറ് ചേഞ്ചായി. നേരത്തെ ഉള്ള കളറും ഇപ്പോഴത്തെ ഉള്ള കളറും കണ്ടോ. അപ്പോൾ ചേഞ്ച് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മഞ്ചിസ്റ്റയുടെ കളറിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാൻ സെയിം pHൻ്റെ ഈ സൈഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിതിനകത്തോട്ട് ഡിപ്പ് ചെയ്തു. ഇനി നമുക്ക് pH ഇൻഡിക്കേറ്ററിൽ നോക്കാം. അപ്പോൾ നമ്മുടെ pH എത്രയായിട്ടുണ്ടെന്ന് നോക്കാം. കണ്ടോ 5 to ആ റേഞ്ചിൽ നമ്മുടെ pH ആയിട്ടുണ്ട്. കണ്ടല്ലോ ഡിഫറൻസ് കണ്ടോ. 9 ഇതും ആയിട്ടുണ്ട്. ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം. ഓക്കെ ഇനി നമുക്ക് സാന്തങ്കം ഈ സ്റ്റേജിലാണ് നമ്മൾ സാന്തങ്കം ആഡ് ചെയ്യുന്നത്. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സാന്തങ്കമും ഗ്ലിസറിനും. ഇവിടെ നമ്മൾ ഡബിൾ ബോയിലിംഗ് ഒന്നുമില്ല, ഡയറക്റ്റാണ് എല്ലാം. അപ്പം ഈ സാന്തങ്കം ഇട്ടതിന് ശേഷം നമുക്കൊരു 12 hours വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിന് ശേഷം മാത്രമേ നമ്മുടെ പ്രോഡക്റ്റിനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് സ്വെല്ലായിട്ട് വരണം. നന്നായിട്ട് മിക്സ് ചെയ്യുക സാന്തകം ഡിസോൾവ് ആവുന്നതിന് വരെ. എന്നിട്ട് നമുക്ക് 12 hours വെയിറ്റ് ചെയ്യാം. ഓക്കെ ഇനി നമുക്ക് 12 hours കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ 12 hours കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിന് ബോട്ടിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഫേസ് വാഷ് നമ്മൾ ബോട്ടിലോട്ട് ആക്കിയിട്ടുണ്ട്. അത് നമുക്കിതൊന്ന് ഞാൻ തന്നെ പാത കാണിച്ചു തരാം. കുറച്ച് നമ്മുടെ ബാക്കിയുള്ള ഒരു പാത്രത്തിലിരുന്നതാണ്. അതിന് ബാക്കി ഇത്രയും ബാലൻസ് ഉണ്ടായിരുന്നു. കയ്യിലെടുത്തു. സൂപ്പർ ഫേസ് വാഷാണ്. നല്ല പതയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഈസി ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും പതയുണ്ട് നമുക്ക്. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇത്രയും ബെനിഫിറ്റ് ഉള്ളൊരു ഫേസ് വാഷാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താലും മതി. നമ്മളിത് വീട്ടിലെത്തിച്ചേരുന്നതായിരിക്കും.